786 എന്ന അത്ഭുത അക്കങ്ങൾ നൽകുന്ന ഊർജ്ജതരംഗങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രപഞ്ചം നമ്മോട് സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല, നിഗൂഢമായ സൂചനകളിലൂടെയും അടയാളങ്ങളിലൂടെയും ചില പ്രത്യേക സംഖ്യകളിലൂടെയുമാണ് പ്രപഞ്ചം സംവദിക്കുന്നത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ല ഒരിക്കൽ പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഊർജം, സ്പന്ദനം, തരംഗദൈർഘ്യം എന്നിവയുടെ ഭാഷയിൽ ചിന്തിക്കുക. അത്തരത്തിൽ മനുഷ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഊർജവും സ്പന്ദനവും ഉൾക്കൊള്ളുന്ന, കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരാത്മീയ സംഖ്യയാണ് 786. ഇതൊരു കേവല ഗണിതശാസ്ത്രപരമായ അക്കമാണോ, അതോ പ്രപഞ്ചം നമുക്ക് തുറന്നുതരുന്ന ഭാഗ്യവാതിലുകളുടെ രഹസ്യ താക്കോലാണോ? ഒരു മനുഷ്യന്റെ ചിന്തകളെയും യാഥാർത്ഥ്യങ്ങളെയും മാറ്റിമറിക്കാൻ ഒരു സംഖ്യയ്ക്ക് എങ്ങനെയാണ് സാധിക്കുക? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ആദ്യ സൂചന ഒരുപക്ഷേ നിങ്ങൾ നിരന്തരം കാണുന്ന ഈ 786 ആയിരിക്കുമോ? നിങ്ങളുടെ മുന്നിൽ അപ്രതീക്ഷിതമായി ഈ സംഖ്യ കടന്നുവരുന്നത് വെറുമൊരു യാദൃച്ഛികതയാണോ, അതോ അതിനു പിന്നിൽ നിങ്ങൾ അറിയേണ്ട എന്തെങ്കിലും വലിയൊരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടോ? തുറന്ന മനസ്സോടെ കേൾക്കുക, കാരണം ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളുടെ ദിശ മാറാൻ പോകുകയാണ്. 786 എന്ന സംഖ്യയുടെ യഥാർത്ഥ ഉറവിടം തേടിപ്പോയാൽ നാം എത്തിച്ചേരുന്നത് പുരാതനമായ അബ്ജദ് ഗണിത സമ്പ്രദായത്തിലാണ്. അറബിക് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യാമൂല്യം നൽകുന്ന അതിപുരാതനമായൊരു രീതിയാണിത്. ഈ പാരമ്പര്യപ്രകാരം ഏറ്റവും പവിത്രമായി കരുതപ്പെടുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകത്തിലെ അക്ഷരങ്ങളുടെ മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് 786 എന്ന സംഖ്യ ലഭിക്കുന്നത്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പ്രപഞ്ചനാഥന്റെ നാമത്തിൽ എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. കാലക്രമേണ ഇതൊരു കേവല ഗണിതശാസ്ത്രപരമായ അക്കത്തിൽ നിന്നും മാറി ഒരു വലിയ ആത്മീയ രഹസ്യ കോഡായി പരിണമിക്കുകയായിരുന്നു. ഇവിടെയാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ആകർഷണ നിയമം വളരെ ലളിതമാണ്. സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു. നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യർ ഒരേ ശ്രദ്ധയോടെ, അളവറ്റ വിശ്വാസത്തോടെ, തികഞ്ഞ ഭക്തിയോടെ ഒരു പ്രത്യേക സംഖ്യയിലേക്ക് തങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകിയപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയാമോ? ആ സംഖ്യ ഒരു വലിയ ഊർജ്ജസ്രോതസ്സായി മാറി. അനേകായിരം ആളുകളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും 786 എന്ന നമ്പറിന്റെ വൈബ്രേഷനുമായി ലയിച്ചുചേർന്നു. ഇതുകൊണ്ടാണ് പലരും പറയുന്നത് 786 അവരുടെ ജീവിതത്തിൽ അസാധാരണമായ വാതിലുകൾ തുറന്നു എന്ന്. കാണുമ്പോൾ ഇതൊരു സാധാരണ സംഖ്യയായി തോന്നാം, എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഈ നമ്പറിലെ ഊർജ്ജത്തിന് സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാന്തം. 786 എന്ന സംഖ്യയിലൂടെ ആളുകൾ നേടിയെടുക്കുന്ന ചില പ്രത്യേക സിദ്ധികളും മാറ്റങ്ങളുമുണ്ട്. അതിലാദ്യത്തേത് ഒരു സംരക്ഷണ കവചം അഥവാ പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. പലരും 786 അവരുടെ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നു, ബിസിനസ് സ്ഥാപനങ്ങളിൽ പതിപ്പിക്കുന്നു, പേഴ്സുകളിൽ സൂക്ഷിക്കുന്നു. ഇതിനു പിന്നിലെ മനഃശാസ്ത്രമെന്താണ്? ഈ സംഖ്യ എന്റെ കൂടെയുള്ളിടത്തോളം കാലം പ്രപഞ്ചനാഥൻ സംരക്ഷിക്കുന്നുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം അവരിലുണ്ടാകുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നാം സുരക്ഷിതരാണെന്ന് നമ്മുടെ ആന്തര മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം ആ സുരക്ഷയെത്തന്നെ നമ്മിലേക്ക് നിരന്തരം ആകർഷിച്ചുകൊണ്ടിരിക്കും. അപകടങ്ങളെയും ഭയങ്ങളെയും നമ്മുടെ ചിന്തകളിൽ നിന്നും ഈ സംഖ്യ അകറ്റി നിർത്തുന്നു. രണ്ടാമതായി, സാമ്പത്തിക സമൃദ്ധിയും ഭാഗ്യവും. വ്യാപാരികൾക്കിടയിലും ബിസിനസ് രംഗത്തും 786-ന് വലിയ സ്ഥാനമുണ്ട്. അപ്രതീക്ഷിതമായ ലാഭങ്ങൾ, സുഗമമായ ഇടപാടുകൾ, മികച്ച തീരുമാനങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പണത്തെയും അവസരങ്ങളെയും ആകർഷിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു ഉപാധിയായി ഇത് മാറുകയാണ്. നിങ്ങളൊരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ പോകുമ്പോഴോ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോഴോ 786 നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാത്തുന്നു.
എല്ലാം നല്ലതിനാവാനാണ് പോകുന്നത് എന്നൊരു പോസിറ്റീവ് സിഗ്നൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ലഭിക്കുന്നു. ആ ഒരൊറ്റ ചിന്ത മതി വിജയത്തിലേക്കുള്ള വഴികൾ താനേ തുറന്നുവരാൻ. മൂന്നാമത്തെ കാര്യം മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവാണ്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ സ്ട്രെസ്സും ഉത്കണ്ഠയും നമ്മെ വേട്ടയാടുമ്പോൾ ഈ സംഖ്യ കാണുന്നത് ഉള്ളിലൊരു അജ്ഞാത ശാന്തത കൊണ്ടുവരുന്നു. ഇതൊരു സ്പിരിച്വൽ ഗ്രൗണ്ടിംഗ് ആണ്. ആധുനിക സയൻസ് ഇതിനെ പോസിറ്റീവ് ട്രിഗർ കോഡിംഗ് എന്ന് വിളിക്കുന്നു. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നല്ല കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. ആകർഷണ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വൈബ്രേഷൻ ഉയർന്ന തലത്തിൽ നിലനിർത്തുക എന്നതാണ്. സങ്കടമോ നിരാശയോ തോന്നുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും പ്രപഞ്ചം അനുകൂലമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സൂചനയാണ് ഈ സംഖ്യ. ചിലർക്ക് 786 നിരന്തരം സ്വപ്നങ്ങളിൽ വരാറുണ്ട്. അല്ലെങ്കിൽ അവർ എവിടെ നോക്കിയാലും ബില്ലുകളിൽ, ക്ലോക്കിലെ സമയത്തിലും, മുന്നിൽ പോകുന്ന കാറുകളുടെ നമ്പർ പ്ലേറ്റുകളിലും ഈ സംഖ്യ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷയാണ്. ആകർഷണ നിയമത്തിൽ ഇതിനെ സിങ്ക്രോണിസിറ്റി എന്ന് വിളിക്കുന്നു. നിങ്ങൾ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഉറപ്പാണ് ഈ അടയാളങ്ങൾ. ഒരു പുതിയ മാറ്റം, പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത്. 786 നിങ്ങളെ തേടിവരുന്നത് വെറുമൊരു യാദൃച്ഛികതയാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത് ഈ കോഡ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളുടെ വിധിയിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രവും സംഖ്യാശാസ്ത്രവും അഥവാ ന്യൂമറോളജിയും ഒന്ന് വിശദമായി പരിശോധിക്കാം. ഈ സംഖ്യയുടെ ഓരോ അക്കങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. 7 എന്ന അക്കം സൂചിപ്പിക്കുന്നത് ആത്മീയതയെയും ആഴത്തിലുള്ള അറിവിനെയും ഉൾക്കാഴ്ചയെയുമാണ്. 8 എന്ന അക്കം സാമ്പത്തിക സമൃദ്ധിയുടെയും അധികാരത്തിന്റെയും അനന്തതയുടെയും പ്രതീകമാണ്. 6 ആകട്ടെ സ്നേഹം, സമാധാനം, ഐക്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇവ മൂന്നും ചേരുമ്പോഴുള്ള ഗണിതം നോക്കുക. 7 + 8 + 6 = 21. സംഖ്യാശാസ്ത്രത്തിൽ 21ന് വീണ്ടും ചുരുക്കുമ്പോൾ 2 + 1 നമുക്ക് 3 എന്ന സംഖ്യ ലഭിക്കുന്നു. ഈ 3 എന്നത് ന്യൂമറോളജിയിൽ വളരെ ശക്തമായ ഒരു നമ്പറാണ്. അത് മാനിഫെസ്റ്റേഷൻ, ക്രിയേറ്റിവിറ്റി, ഡെസ്റ്റിനി എന്നിവയുടെ നമ്പറാണ്. അതുകൊണ്ടാണ് സംഖ്യാശാസ്ത്രജ്ഞർ പറയുന്നത് 786 is the number of manifestation alignment. അതായത് നിങ്ങളുടെ ചിന്തകളെ പ്രപഞ്ചത്തിന്റെ താളവുമായി ഏറ്റവും വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാന്ത്രിക ഫ്രീക്വൻസിയാണ്. ഇത് മനുഷ്യന്റെ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ സ്പിരിച്വൽ പ്ലാസിബോ ഇഫക്റ്റ് എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചിഹ്നം അല്ലെങ്കിൽ സംഖ്യ ദൈവീകമാണെന്നോ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നോ ശക്തമായി വിശ്വസിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് ആ വിശ്വാസത്തെ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയായി സ്വീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ തലച്ചോറിലെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഒരു ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ 786 നിങ്ങൾക്ക് നല്ലത് വരുത്തുമെന്ന് വിശ്വസിച്ചാൽ അത്തരം പോസിറ്റീവ് അവസരങ്ങളെ തിരഞ്ഞുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ആ വിശ്വാസം നിങ്ങളുടെ തീരുമാനങ്ങളെ കൃത്യമാക്കുന്നു. സമാധാനമുള്ള തീരുമാനങ്ങൾ മികച്ച റിസൾട്ടുകൾ നൽകുന്നു. ആ റിസൾട്ടുകൾ കാണുമ്പോൾ ഈ നമ്പർ എന്നെ സഹായിച്ചു എന്ന് നാം കൂടുതൽ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഈ പ്രക്രിയ ഒരു വലിയ യാഥാർത്ഥ്യമായി മാറുന്നു. ഇതാണ് ആകർഷണ നിയമത്തിന്റെ ഏറ്റവും ശക്തമായ ശാസ്ത്രീയ വശം. നിങ്ങളുടെ വിശ്വാസമാണ്, അതെ, നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് 786നെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഒരു ലക്കി ചാമായി, നെഗറ്റീവ് എനർജികളിൽ നിന്നുള്ള ഒരു സംരക്ഷണ കവചമായി, മനസ്സ് പതറുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു മെന്റൽ ആങ്കറായി, പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം ഓർമ്മിപ്പിക്കുന്ന ഒരാത്മീയ സൂചികയായി, എല്ലാത്തിനുപരി നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു മാഗ്നറ്റിക് മാനിഫെസ്റ്റേഷൻ കോഡായി ഇതിനെ ഉപയോഗിക്കാം. ഈ അത്ഭുത നമ്പറിന്റെ ആത്മീയ സ്പന്ദനങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ചില 786 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ നമുക്ക് പരിശീലിക്കാം. 1. 786 എഴുത്തുരീതി. ഏറ്റവും പ്രചാരമുള്ള ഒരു മാനിഫെസ്റ്റേഷൻ രീതിയാണിത്. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടന്നു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ ഒരു വാചകമാക്കി മാറ്റുക. അഫർമേഷൻ. രാവിലെ ഉണർന്നെഴുന്നേറ്റയുടനെ നിങ്ങളുടെ ആഗ്രഹം 7 തവണ ഒരു ബുക്കിൽ എഴുതുക. ഉദാഹരണത്തിന്, എന്റെ പുസ്തകങ്ങളിലൂടെയും എഴുത്തിലൂടെയും ഞാൻ അനേകം ആളുകളെ സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലൂടെ വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഞാൻ കൈവരിക്കുന്നു. ഉച്ചയ്ക്ക്
അതേ വാചകം പൂർണ്ണ വിശ്വാസത്തോടെ 8 തവണ എഴുതുക. രാത്രി ഉറങ്ങുന്നതിനു മുൻപായി അതേ വാചകം 6 തവണ കൂടി എഴുതുക. തുടർച്ചയായി 21 ദിവസമോ അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്നതുവരെയോ ഇത് പരിശീലിക്കുന്നത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. 2. 786 ശ്വസനധ്യാനം. മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഈ രീതി സഹായിക്കുന്നു. 7 സെക്കൻഡ് സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വരുന്നു എന്ന് സങ്കൽപ്പിക്കുക. 8 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിർത്തുക. ഈ 8 സെക്കൻഡിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഉദാഹരണത്തിന് പുതിയൊരു സംരംഭം ആരംഭിക്കുന്നതോ മികച്ചൊരു നേട്ടം കൈവരിക്കുന്നതോ യാഥാർത്ഥ്യമായതായി മനസ്സിൽ കാണുക. 6 സെക്കൻഡ് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും തടസ്സങ്ങളും പുറന്തള്ളുന്നു എന്ന് വിശ്വസിക്കുക. ദിവസവും അല്പനേരം ഇത് ചെയ്യുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കും. 3. 786 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നന്ദി പ്രകടിപ്പിക്കുന്നത് ആകർഷണ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഉപാധിയാണ്. ദിവസവും ഒരു ബുക്കിൽ താഴെ പറയുന്ന രീതിയിൽ എഴുതുക. 7 കാര്യങ്ങൾ. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന, നിങ്ങൾ നന്ദിയുള്ള 7 കാര്യങ്ങൾ എഴുതുക. 8 ലക്ഷ്യങ്ങൾ. നിങ്ങൾ ഭാവിയിൽ നേടാൻ ആഗ്രഹിക്കുന്ന 8 ലക്ഷ്യങ്ങൾ കൃത്യമായി എഴുതുക. സാമ്പത്തിക ലക്ഷ്യങ്ങൾ, പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്താം. ഈ ലക്ഷ്യങ്ങളിലേക്കെത്താൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ 6 കാര്യങ്ങൾ, ആക്ഷൻ സ്റ്റെപ്സ് എഴുതുക. 4. 786 മണി മാഗ്നറ്റ് ആൻഡ് വിഷൻ ബോർഡ്. സാമ്പത്തിക അഭിവൃദ്ധിക്കും മികച്ച സാമ്പത്തിക അച്ചടക്കത്തിനും ഈ രീതി ഉപയോഗിക്കാം. 786 എന്ന നമ്പർ പച്ചമഷിയിലോ സ്വർണ്ണ നിറത്തിലോ ഒരു ചെറിയ പേപ്പറിൽ എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വർക്കിംഗ് സ്പേസിലോ വിഷൻ ബോർഡിലോ ലക്ഷ്യങ്ങൾക്കൊപ്പം ഈ നമ്പറും ചേർത്തുവെക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.